നമസ്കാരം. എല്ലാവർക്കും നേച്ചർ റൂട്ട്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ കുറ്റിമരമായിട്ട് വളരുന്ന ചായാമൻസ എന്ന ചീരയെക്കുറിച്ചാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, കൂട്ടത്തിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ഭക്ഷണത്തിൽ ധാരാളമായി ഉൾപ്പെടുത്തേണ്ടത് ഇലക്കറികളാണ്. ദിവസേന നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരു ചെറിയ അളവെങ്കിലും ഇലക്കറികൾ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിൽ ഏറെ സവിശേഷതകളുള്ളതും ആരോഗ്യ ഗുണങ്ങളും ഏറെയുള്ളതുമായ ഒരു ഇലക്കറിയാണ് ചായാമൻസ. പേര് കേൾക്കുമ്പോൾ ആളൊരു പരിഷ്കാരിയാണ് എന്ന് തോന്നുമെങ്കിലും കേരളത്തിൽ ഇപ്പോൾ വളരെ സുലഭമായി ലഭിക്കുന്ന അല്ലെങ്കിൽ വളരുന്ന കുറ്റിച്ചീരയാണ് ചായാമൻസ. പറഞ്ഞാൽ തീരാത്ത അത്ര ആരോഗ്യ ഗുണങ്ങളാണ് ചായാമൻസയിലുള്ളത്. ട്രീ ചീര, മായൻ ചീര, മെക്സിക്കൻ ചീര എന്നിങ്ങനെ നിരവധി പേരുകളുണ്ട് ചായാമൻസയ്ക്ക്. പരിചരണം ആവശ്യമില്ലാതെ വളർത്താൻ സാധിക്കുന്ന ഒരു കുറ്റിച്ചീരയാണ് ചായാമൻസ. അതുകൊണ്ട് തന്നെ വീടിൻ്റെ ടെറസിലും നല്ല രീതിയിൽ ഈ ചെടി വളർത്താനായിട്ട് സാധിക്കും. കാഴ്ചയിൽ മുരിക്കിൻ്റെ ഇലകളോട് ചായാമൻസയ്ക്ക് സാമ്യമുണ്ട്. നിറയെ ആരോഗ്യ ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്ന ഇലയാണെങ്കിലും ചായാമൻസ നന്നായി വേവിച്ച് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. മരച്ചീനിയുടെ ഇലയിൽ അടങ്ങിയിരിക്കുന്നത് പോലെയൊരു മട്ട് ഇതിലെ ഇലകൾക്കുമുണ്ട്. ഈ ഇലയിലുള്ള കറ എത്ര അളവിൽ നമ്മുടെ ശരീരത്തെ ചെല്ലുന്നുവോ അത്രയും ദോഷം ചെയ്യുന്നു എന്നർത്ഥം. കുറഞ്ഞത് 15 മിനിറ്റെങ്കിലും ചായാമൻസ നന്നായി വേവിക്കണം. വിറ്റാമിൻ സി, ബീറ്റ കരോട്ടിൻ, പ്രോട്ടീൻ, ഫോസ്ഫറസ്, അയൺ എന്നിവയുടെ കലവറയാണ് ചായാമൻസ. മുട്ടയ്ക്ക് സമാനമായ പ്രോട്ടീനാണ് ഈ ഒരു ഇലയിൽ അടങ്ങിയിരിക്കുന്നത്. രക്തയോട്ടം വർദ്ധിപ്പിക്കാനും രക്തത്തിൽ ഓക്സിജന്റെ അളവ് കൂട്ടാനും ചായാമൻസ സഹായിക്കുന്നു. അമിതവണ്ണം കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്ന ഒരു വിഭവമാണ് ചായാമൻസ. കലോറി കുറച്ച് ശരീരത്തിലെ കൊഴുപ്പിനെ ഇല്ലാതാക്കാൻ ചായാമൻസ സഹായിക്കുന്നു. ഒപ്പം പലതരത്തിലുള്ള ദഹന പ്രശ്നങ്ങളെയും ചായാമൻസ പരിഹരിക്കാൻ സഹായിക്കുന്നു. നല്ല ദഹനത്തിനും മലബന്ധം പരിഹരിക്കുന്നതിനും സഹായിക്കുന്നു. ചുമയ്ക്കും ജലദോഷത്തിനും ചായാമൻസ ഉപയോഗിക്കാവുന്നതാണ്. ചുമയും ജലദോഷവും അനുഭവപ്പെടുമ്പോൾ ചായാമൻസ ധാരാളമായി കഴിക്കുന്നത് വളരെ നല്ലതാണ്. കൂടാതെ അനീമിയ പോലെയുള്ള പ്രശ്നങ്ങൾക്കും പ്രമേഹം തടയാനും ഇത് ഉത്തമമാണ്. ശരീരത്തിൽ രക്തത്തിൻ്റെ അളവ് കൂട്ടാനും ശരിയായ HB വാല്യൂ നിലനിർത്താനും ചായാമൻസ സഹായിക്കുന്നു. കൂടാതെ ഇൻസുലിൻ്റെ അളവ് നിയന്ത്രിക്കാനും സഹായിക്കുന്നു. ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും അവരുടെ ഭക്ഷണക്രമത്തിൽ എല്ലാ ദിവസവും ഈ ചീര ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. കാരണം കുഞ്ഞുങ്ങളുടെ ബുദ്ധിവികാസത്തിനും നല്ല വളർച്ചയ്ക്കും ഈ ചീര നല്ല രീതിയിൽ തന്നെ സഹായിക്കുന്നു. കാലിലേക്കുള്ള രക്തയോട്ടം കുറയുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് വെരിക്കോസ് വെയിൻ. ഈ ഒരു പ്രശ്നം ഇല്ലാതാക്കാനായിട്ട് ചായാമൻസ സഹായിക്കുന്നു. കൂടാതെ വെരിക്കോസ് വെയിൻ ഉള്ളവർക്ക് ആ ഒരു വേദനയിൽ നിന്ന് മോചനം ലഭിക്കാനും ഈ ഒരു ചീര സഹായിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, കൂട്ടത്തിലെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം.